ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരിയത്. ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടനയായ ഓയിസ്ക ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ IHT കമ്പ്യൂട്ടർ കോളേജുമായി സഹകരിച്ച് ലോക ഭൗമദിനം ആദരിച്ചു. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായ സാഹചര്യത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് ഭൂമിയുടെ സ്വാഭാവിക ഘടന നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പുതുതലമുറയെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾക്ക് അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് സൗജന്യ വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയും കോളേജിൽ ഫലവൃക്ഷത്തൈ നടുകയും ചെയ്തു. പോരാടാം പ്ലാസ്റ്റിക്കിനെതിരെ എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പരിസ്ഥിതിക്ക് കോട്ടം ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വിദ്യാർത്ഥികൾ നീക്കം ചെയ്തു. പരിപാടിക്ക് ഓയിസ്ക ഇന്റർനാഷണൽ തിരൂർ പ്രസിഡന്റ് KK റസാഖ് ഹാജി, സെക്രട്ടറി ഷമീർ കളത്തിങ്ങൽ, മുംതാസ് KC, വിദ്യാർത്ഥികളായ ശരണ്യ M, മനോജ് P, രേഷ്മ P, ദിവ്യ, ദിലീപ് K, വിദ്യ K, ആതിര CP, ആതിര KB, ഖദീജ VK, മാജിദ T, പ്രജീഷ P, റൈഹാനത്ത് EP എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇന്ന് ലോക ഭൗമദിനാണ്. ലോക ഭൗമദിനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയോട് ചെയ്യുന്ന, നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് പുതുതലമുറയൊക്കെ ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് ഭൂമിയിൽ ഒരുപാട് കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ടാണ് നമ്മളെ വികസന പ്രവർത്തനങ്ങൾ, വികസനം എന്ന പേരിലുള്ള അതിരൂക്ഷമായിട്ടുള്ള, ഇപ്പോൾ നമ്മൾക്കറിയാം വേറെ എങ്ങോട്ടും പോകണ്ട, തിരൂരൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റോഡിനൊക്കെ വേണ്ടി എത്രയോ മരങ്ങൾ, ഫലവൃക്ഷങ്ങൾ കായ്ക്കുന്ന മരങ്ങളൊക്കെ, അത് നമുക്ക് മാത്രമല്ല, ഈ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സഹജീവികൾക്കും കൂടി വേണ്ടിയുള്ളതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. ഓയിസ്ക ഇന്റർനാഷണൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടനയായിട്ടുള്ള ബാനറിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അതിന് കീഴിൽ നിങ്ങൾ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത്. കാരണം നമ്മൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമ്മളെ രാജ്യത്ത് നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇങ്ങനത്തെ ഓരോരോ ദിനങ്ങൾ, സ്പെഷ്യൽ ഒക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഭാവിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മാരകമായിട്ടുള്ള, നമ്മൾ നിസ്സാരമായി തോന്നുമെങ്കിലും കൂടിയിട്ട് നമ്മളെ കാലാവസ്ഥ വ്യതിയാനമൊക്കെ വളരെ രൂക്ഷമായ രീതിയിൽ കാലാവസ്ഥയൊക്കെ മാറ്റം വരുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ വേൾഡ് എർത്ത് ഡേ. ഇത് ഏറ്റവും അതിൻ്റെ തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭൂമിയിൽ പെരുകിക്കൊണ്ട് നമ്മുടെ ഭൂമിക്ക് ദോഷകരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തി എന്ന നിലയിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നമുക്ക് ഭൂമിയെ സംരക്ഷിക്കാം. അപ്പോൾ നമുക്കറിയാം, നാം വസിക്കുന്ന ഭൂമി നമുക്ക് മാത്രമല്ല വരും തലമുറക്ക് സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ തലമുറയിലെ ആളുകളെയും ബോധവൽക്കരിക്കുകയാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, സ്കൂളിലുള്ളത് ഇപ്പോൾ വെക്കേഷൻ സമയമാണ്, സ്കൂളുകളിലൊന്നും പ്രോഗ്രാംസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളെല്ലാം വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയിൽ നടത്തുന്നതാണ്. അപ്പം ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയൊരു കാര്യം, ഒന്നെങ്കിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമുക്ക് പറ്റുന്ന ലെവലിൽ നീക്കം ചെയ്തുകൊണ്ടോ നമുക്ക് ഭൂമിയെ, നമ്മുടെ ഭൂമി മാതാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ദൗത്യം ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് ഈ പ്രോഗ്രാമിൽ എല്ലാവരെയും ജാൻ മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205, മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.